കേരളക്കര വാഴ്ത്തിപ്പാടിയ ഗജകേസരികൾ ഒരുപാടുണ്ട്. അഴകുകൊണ്ടും അളവുകൊണ്ടും നിലവുകൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും പ്രസിദ്ധിയാർജിച്ചവരും എന്നാൽ താങ്കൾ കാട്ടിക്കൂട്ടിയ കുപ്രസിദ്ധി കൊണ്ടും പ്രസിദ്ധിയാർജിച്ചവരായ ഗജകേസരികളും നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയൊരുവനാണ് സാക്ഷാൽ ഭഗവതി പ്രിയൻ വളരിക്കര കാളിദാസൻ. ഒരാൾക്ക് മുന്നിലും അടിയറവ് പറയാത്ത ആനച്ചന്തം, ചങ്കൂറ്റം കൊണ്ട് മാത്രം ഓരോ ആനപ്രേമികളുടെയും ഇടനെഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ചവൻ. നിലമ്പൂർ കാടുകൾ ആനക്കേരളത്തിന് സമ്മാനിച്ച ചങ്കൂറ്റത്തിന്റെ ആനരൂപം അതായിരുന്നു കാളിദാസൻ. പണ്ട് ഒരു മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ഒരു ആനക്കുട്ടി എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ഉറക്കെ അലറി വിളിച്ച് ഒഴുകിയെത്തിയ ആ പാവമാനക്കുട്ടി എത്തിപ്പെട്ടത് ഒരു കൂട്ടം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈകളിലായിരുന്നു. ജീവൻ തിരിച്ചുപിടിച്ച സന്തോഷത്തിലും ആ ഒരു കൂട്ടം മനുഷ്യർ തന്നെ തിരികെ കാട്ടിൽ സ്വതന്ത്രനായി വിടും എന്ന പ്രതീക്ഷയിലും നിന്നിരുന്ന ആനക്കുട്ടിയുടെ വിധി മറ്റൊന്നായിരുന്നു. പിന്നീട് മുത്തുങ്ങയിലെത്തിയ ആനക്കുട്ടി ആനക്കാരൻ എന്ന ആ ഒരു മനുഷ്യന്റെ കർക്കശ്യമായ ശബ്ദത്തിൽ ഇടത്തിയാനെ വലത്തിയാനെ എന്ന വാൾത്താരിയിലും തോട്ടിയുടെയും കാരക്കോലിന്റെയും മുൾമുനത്തുമ്പിൽ അയാൾ വരച്ച വരയിലൂടെ പതിയെ അവൻ അറിഞ്ഞോ അറിയാതെയോ ചലിക്കാൻ തുടങ്ങി. അതെ, അങ്ങനെ കാലിൽ ചങ്ങലയണിഞ്ഞ് മനുഷ്യർ പറയുന്ന പടിക്ക് അനുസരിച്ച് വളരാൻ അവനും വിധിക്കപ്പെട്ടു. നല്ലൊരു ആനക്കുട്ടി, കണ്ടാൽ ആരും കൊതിക്കുന്ന അഴകും ആണത്തവും. കുറച്ചു നാളുകൾക്ക് ശേഷം അവനെ ലേലത്തിൽ വെച്ചു. എന്നാൽ ജനിച്ച നാട്ടിൽ തന്നെ വളരാനല്ലായിരുന്നു അവന്റെ പിന്നീടുള്ള യോഗം. അവൻ ആദ്യമെത്തിയത് ന്യൂഡൽഹിയിലെ ഒരു സർക്കസ് കമ്പനിയിലേക്കായിരുന്നു. എന്നാൽ അധികം വൈകാതെ അവിടെ നിന്ന് അവനെ ഒരു കോട്ടയം സ്വദേശി സ്വന്തമാക്കി. അങ്ങനെ ജനിച്ച നാട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള ഭാഗ്യവും അവനുണ്ടായിരുന്നു. അവിടെയും അധിക നാൾ നിന്നില്ല. അവിടെ നിന്നും തിരുമാന്താംകുന്ന് ദേവസ്വം അവനെ സ്വന്തമാക്കി. അവർ അവന് തിരുമാന്താംകുന്ന് ദേവിപ്രസാദ് എന്ന നാമവും നൽകി. തിരുമാന്താംകുന്ന് ദേവിദാസൻ എന്ന അമ്മയുടെ പ്രിയ കൊമ്പന് ശേഷം ആ സ്ഥാനം അലങ്കരിക്കാൻ എത്തിയവനായിരുന്നു ദേവിപ്രസാദ്. എല്ലാ ആനകളെയും പോലെ പ്രായത്തിന്റെ വികൃതികളും വാശിയുമെല്ലാം അവനും ഉണ്ടായിരുന്നു. എന്നാൽ കാലം അവന് വിധിച്ചത് മറ്റൊന്നായിരുന്നു. അവന്റെ പരിധി വിട്ട വികൃതികളായിരിക്കാം അവനെ വിറ്റൊഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു തിരുമാന്താംകുന്ന് ദേവസ്വം. ഈ സമയത്താണ് തൃശൂർ വളരിക്കര ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ ഭഗവതിക്ക് നടയിരുത്താൻ ഒരു ആനയെ അന്വേഷിക്കുന്നത്. നടയിരുത്തുന്നത് വളരിക്കര ഭഗവതിക്ക് വേണ്ടിയല്ലേ? അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു കുട്ടിക്കൊമ്പൻ തന്നെ വേണം. അങ്ങനെ അവർ ദേവപ്രശ്നം വെക്കാൻ തീരുമാനിച്ചു. വളരിക്കര ഭഗവതിക്ക് വേണ്ടി ഒരു കൊമ്പൻ ഒരുങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾ അവനെ അന്വേഷിച്ചില്ലെങ്കിലും അവൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്നായിരുന്നു പ്രശ്നത്തിൽ തെളിഞ്ഞത്. അങ്ങനെ മലപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ഒരു ആനക്കുട്ടി നിൽപ്പുണ്ടെന്നറിഞ്ഞ ദേവസ്വം ഭാരവാഹികൾ തിരുമാന്താംകുന്നമ്മയുടെ സന്നിധിയിലേക്കെത്തി. അവിടെ കുസൃതി കാട്ടി നിന്ന ആ കുട്ടിക്കൊമ്പനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാലം അവനായി കരുതി വെച്ച ആ മുഹൂർത്തം വന്നെത്തി. 2005 ചിങ്ങമാസം ഉത്രാടം നക്ഷത്രത്തിൽ വളരിക്കര ഭഗവതിക്ക് മുന്നിൽ ആ കുട്ടിക്കൊമ്പൻ നടമടക്കി നടയിരുത്തപ്പെട്ടു. അങ്ങനെ തിരുമാന്താംകുന്ന് ദേവിപ്രസാദ് എന്ന ആ കൊമ്പൻ വളരിക്കര കാളിദാസനായി മാറി. എടുത്തുയർന്ന കൊമ്പുകൾ, ഉറച്ച നടയമരങ്ങൾ, നിലത്തിഴയുന്ന തുമ്പി, വെളുത്ത നഖങ്ങൾ, വീശിയടിക്കാൻ നല്ല ചെവികൾ, ആരെയും വകവയ്ക്കാത്ത സ്വഭാവം, ഇതൊക്കെ ചേർന്നാൽ വളരിക്കര ഭഗവതിയുടെ കാളിദാസനായി. തൃശൂർ പൂരം തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു കാളിദാസൻ. അവന്റെ വരവിനായി പൂരപ്പറമ്പുകളിൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആനപ്രേമികളും ഉണ്ടായിരുന്നു. അങ്ങനെ ആനപ്രേമികളെയും പൂരപ്രേമികളെയും സങ്കടത്തിലാഴ്ത്തി 2023 ഫെബ്രുവരി 28 കാളിദാസൻ വിട പറഞ്ഞു. 1000 കണ്ണീർ പൂക്കൾ.